റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അൻസ്വാരികളിൽപ്പെട്ട ഒരു മഹദി കടന്നു വരുന്നുണ്ട്. അവിടുന്ന് മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അലാ നജാലുല്ലക മിമ്പറ, ഓ അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് ഞാനൊരു മിമ്പർ പണിതു തരട്ടെയോ? മഹദിയുടെ മകൻ നല്ലൊരു ആശാരിയായിരുന്നു. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ലൊരു മിമ്പർ പണിതു നൽകുക എന്നുള്ളത്. ശിയാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ. അടുത്ത വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ മിമ്പറിൽ ഖുതുബ നിർവഹിക്കുകയാണ്. അതിനിടയിൽ നിന്നും ഒരു തേങ്ങി തേങ്ങി കരയുന്ന കരച്ചിൽ ശബ്ദം കേൾക്കുകയാണ്. കൂടെ കൂടെ കരച്ചിൽ ശബ്ദം വലുതായി വരികയാണ്. സ്വഹാബികൾക്ക് മനസ്സിലായില്ല ആരാണ് കരയുന്നത് എന്ന്. ഒടുക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് താൻ മുമ്പ് ഖുതുബ നിർവഹിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈന്തപ്പന തടിയുടെ അരികിലേക്ക് ചെന്നു. നോക്കുമ്പോൾ അതാ അവിടുന്ന് ഈന്തപ്പന തടിയാണ് തേങ്ങി കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈന്തപ്പന തടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഫളമ്മഹു ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈന്തപ്പന തടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനെങ്ങാനും ഈ ഈന്തപ്പന തടിയെ ആശ്വസിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ കരയുമായിരുന്നു. മഹാനായ ഇബ്നുൽ അജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ തങ്ങളുടെ ഫതഹുൽ ബാരിയിലൂടെ പറയുന്നു, ഈ ചരിത്രം പറയുമ്പോഴെല്ലാം മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മരക്കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഗ്രഹിച്ച് ഇത്രയും കരയുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങളായ നാം എത്രത്തോളം കരയേണ്ടതുണ്ട്.